Hi dear friends, welcome back to our എസ് ആൻഡ് സ്ട്രീറ്റ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും ചെറുതായിട്ടെങ്കിലും തുടങ്ങിയോ? ഇവിടെ നമുക്ക് നേരത്തെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാക്കും. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയാലും ഭയങ്കര എന്താ പറയുന്നത്, കണ്ണിന് കുളിർമയുള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ നമ്മളും ചെറുതായിട്ടൊക്കെ ഇട്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ക്രിസ്മസ് ട്രീ ഒക്കെ? അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഡ്രൈ ഫ്രൂട്ട് പ്ലം കേക്കിൻ്റെ എല്ലായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ 2022 ചെയ്തതാണ് കേട്ടോ. അതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വരെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പ്ലം കേക്കാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് തീർന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം പ്ലം കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട് മിക്സ് ചെയ്യാൻ പോയാലോ? അപ്പം നമ്മൾ ഇതിനു വേണ്ടി എടുത്തു വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട് എല്ലാം 200 grams ആണ്. പിന്നെ അതിലോട്ടുള്ള ആ മസാല ഉണ്ടല്ലോ, ആ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ടുള്ളത്, അതെല്ലാം ഓരോന്നും ഗ്രാമ്പൂ ആയിക്കോട്ടെ പട്ട ആയിക്കോട്ടെ അതൊക്കെ 1/4 ടീസ്പൂണിൻ്റെ അളവാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്താൽ 200 ഗ്രാംസിന് 1/4 ടീസ്പൂണാണ് കണക്ക്. ഗ്രാമ്പൂ, ജാതിക്കാക്കുരു, ജാതിപത്രി ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മുടെ ഓറഞ്ച് ഉണ്ടല്ലോ പീൽ ചെയ്തെടുക്കുന്നത്, അതുണ്ടെങ്കിലും മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല. ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ചെറി, ഈന്തപ്പഴം, കിസ്മിസ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കാഷ്യൂ നട്ട്സ്, അത് തന്നെ ബദാമോ ആപ്രിക്കോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തും ആവശ്യാനുസരണം ഇടാം. പിന്നെ നമ്മുടെ വൈൻ, ഈ വൈനിന് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ. അതില്ലാത്തതുണ്ടെങ്കിലും ഇടാം. അതൊക്കെ റമ്മോ വൈനോ, ഇനിയിപ്പോൾ ഇതൊന്നും ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ആയാലും മതി. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഇനി കാഷ്യൂവും കിസ്മിസും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിടണമെന്ന് തോന്നുവാണോ? അത് ചെയ്യാമല്ലോ. പിന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയതായിരിക്കണം, നല്ല ഡ്രൈ ആയിരിക്കണം നമ്മൾ മിക്സ് ചെയ്യുന്ന ബൗളൊക്കെ എല്ലാം എടുത്ത്. പിന്നെ കൈയാണെങ്കിൽ ഞാൻ കൈ കൊണ്ടാട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സന്തോഷം. കൈയാണെങ്കിൽ നല്ല കഴുകി ഡ്രൈ ആയിരിക്കണം, നല്ല ഡ്രൈ ആയിരിക്കണം. അങ്ങനെ എല്ലാം കൂടെ ഒരു ബൗളിലിട്ട് മസാലയും പൊടിച്ച് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യുക. നിറച്ചും അത് ശരിക്കും ഇത് ഉണ്ടാക്കുന്നവർക്കറിയാതെ അതിൻ്റെ ഒരു സന്തോഷം എന്താണെന്നുള്ള കാര്യം. പിന്നെ നല്ല ഉണക്കി വെച്ചേക്കുന്ന കുപ്പിക്കകത്തോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തേക്കുന്നതെല്ലാം വയ്ക്കുന്നു. വൈൻ നമ്മൾ ഒഴിക്കുക കേട്ടോ. വൈൻ ഒഴിച്ച് അത് ഫുൾ സോക്കായിട്ടിരിക്കണം. ഒരുപാട് കഴുത്തിൻ്റെ അറ്റം വരെ, ആ കുപ്പിയുടെ കഴുത്തിൻ്റെ അറ്റം വരെ വെക്കാവുള്ളേ, അല്ലെങ്കിൽ അതിങ്ങനെ തൂവി പോകും. നമുക്ക് നന്നായിട്ട് മൂടി മാറ്റി വയ്ക്കാം, ഭദ്രമായിട്ട് അലമാരയിൽ എടുത്ത് വെച്ചോളൂ. പിന്നുണ്ടല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് എസ് ആൻഡ് സ്ട്രീറ്റ്സ്. താങ്ക് യു.